ഇത് ചെറിയ മത്തി. ഞാൻ വിചാരിച്ചിന്ന് പീര വെക്കാമെന്ന്. അതിന് ഞങ്ങൾക്ക് മത്തിയെല്ലാം വെട്ടി കഴുകിയെല്ലാം വെച്ചിട്ടുണ്ട്. അതിന് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് മാങ്ങയും ചെയ്യാം, അതൊരു ശകലം എടുത്തിട്ടുണ്ട്. കുറച്ച് കൊച്ചുള്ളി, കാന്താരി മുളക്, ഇത്രയും ഞാൻ ഒന്ന് ഇടികല്ലേലിട്ടൊന്ന് ചതച്ചുകൊണ്ട് വരാം. ആദ്യം അതെ കൊച്ചുള്ളി ഒന്ന് ചതയ്ക്കാം. കൊച്ചുള്ളിയും മാങ്ങയിഞ്ചിയും കൂടെ ഒന്ന് ചതയ്ക്കാം. അത് ചെറുതായിട്ടൊന്ന് ചതയ്ക്കണം. ചെറുതായിട്ടൊന്ന് ചതച്ചാൽ മതി. ഇനി കാന്താരി ഇടാം. അതുകൂടെ ഒരു ചെറുതായിട്ട് ചതയ്ക്കണം. ഇതൊന്ന് ചെറുതായിട്ട് ചതച്ചാൽ മതിയല്ലോ. ഇനി തേങ്ങയുടെ കുറേശ്ശെ ഇട്ട് ഒന്ന് ചതയ്ക്കാം. അങ്ങനെ അതെല്ലാം ചതച്ച് ഒത്തിരി അങ്ങ് ചതയേണ്ട ഈ പരുവത്തിലാണ് ഞാൻ ചതച്ചെടുക്കുന്നത്. മീൻ പീര വെക്കാനുള്ള ചട്ടിക്കകത്തോട്ട് ഇതെല്ലാം കൂടെ എടുത്തിട്ടിട്ടുണ്ട്. ഇനി ഒരു സവാള എടുത്തിട്ടുണ്ട്, നല്ലൊരു സവാള. ഇത് ചെറുതായിട്ട് ഇതിനകത്തോട്ടൊന്ന് അരിഞ്ഞിടാം. സവാള എല്ലാം ചെറുതായിട്ട് ഞാൻ അരിഞ്ഞ് തേങ്ങാപ്പീരക്കകത്ത് ഇട്ടിട്ടുണ്ട്. അതിന് ഇനി ചേർക്കാനായിട്ട് ഞാൻ ഒരു ശകലം കുടംപുളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, ഒരു 1/4 സ്പൂണ് മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയും ഇതെല്ലാം കൂടെ അരപ്പിനകത്തിട്ടൊന്ന് ഞെരടണം. അടുപ്പിനകത്തിട്ട് നല്ലതായിട്ട് ഞെരടണം. ഇതൊക്കെ ഞാൻ ഓരോ വട്ടം പരീക്ഷിക്കുന്നതാണ്, ഓരോ രീതിയിൽ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടാവും, പരീക്ഷണമൊക്കെ. ഇതിന് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടപ്പേ വെച്ച് തീ കത്തിച്ച് ഇനി അതൊന്ന് ഇരുന്ന് പറ്റട്ടെ. അങ്ങനെ മീൻ പീര എല്ലാം ശരിയായിട്ടുണ്ട്. ഒത്തിരി അങ്ങ് വെള്ളമൊന്നും പറ്റണ്ട. ഞാൻ ഇനി ഒരു ശകലം പച്ച വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. ഒഴിച്ച് ഇനി ഇതൊന്ന് ഇളക്കി വെക്കണം. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി വെക്കാം. എന്നോട് വാകണ്ടായി. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.